സ്വപ്ന പദ്ധതികൾ ഉണ്ടായി. സ്വപ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൻ്റെ വികസനത്തിന് വലിയ മാറ്റത്തിന് നാന്ദി കുറിച്ച വലിയ പദ്ധതികളൊക്കെ. അപ്പം അതിലൊന്നാണ് വിഴിഞ്ഞം തുറമുഖം. വലിയ സമ്മർദ്ദം പാർട്ടിക്കകത്തുനിന്നുണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയ ആത്മാർത്ഥതയോടെ ശക്തമായി മുന്നോട്ട് പോയി. ഇപ്പോൾ വിഴിഞ്ഞത്ത് ഒരു ചരക്ക് കപ്പൽ അടുത്തൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതികരണം കണ്ടു. നേരത്തെ പങ്കുവച്ചിട്ടുണ്ടാകുമല്ലോ ഈ വലിയ വികസന പദ്ധതികളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദം സ്വാഭാവികമായും വീട്ടിൽ പ്രകടിപ്പിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ പദ്ധതി പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ? പങ്കുവെക്കലും ആഹ്ലാദമൊന്നും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പതിവില്ല. പിള്ളേരും ഞാൻ ഭാര്യ എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി അനുഭവിച്ച പ്രഷർ പല കൂടിയെന്ന് എനിക്കത് അറിയാം. പിന്നെ ആ കല്ലിടുന്ന ദിവസം എനിക്ക് തോന്നുന്നു ഒരു സഹകരണം മീഡിയയുടെ പോലും ഉണ്ടായിട്ടല്ല. BDJS ആയിരുന്നു. ഞാൻ പല കല്ല് കണ്ടിട്ടാ അതല്ലേ അന്ന് ഞാൻ വലിയ കാര്യമായിട്ട് ഈ TV-യുടെ മുമ്പിൽ ഇരിക്കാത്ത ഞാൻ ഇരുന്നു. പക്ഷെ ഓരോ ചാനലും മാറ്റി നോക്കി BDJS അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. എനിക്ക് ഒത്തിരി സങ്കടം അന്നുണ്ടായി. പിന്നെ ഒരു കൗണ്ട് ഡൗണാണ്. 10-30 വർഷമാകാണ്ട് ഇത് അനങ്ങാതിരുന്ന പദ്ധതി ഒരുപാട് പാടുപെട്ട് ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടെക്നിക്കലായിട്ടൊക്കെ അതൊന്ന് ഏതാണ്ടൊക്കെ എന്നോട് കുഞ്ഞ് പറയാം. നീയൊക്കെ മറന്നുപോയി. ഇപ്പോൾ ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ ഇതെങ്ങനെ ഇത് വന്നെന്ന്. അപ്പോൾ ഓടെ നോക്കുമ്പോൾ മുഴുവനായിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഈ ആരോപണം കൂടെ വന്നു. 6000 കോടി ഉമ്മൻചാണ്ടി കുറിച്ചുള്ള അഴിമതി ആരോപണം. പിന്നെ അതിന് കമ്മീഷൻ. അപ്പോൾ അതിൻ്റെ ടെൻഷൻ. അല്ലാതെ തന്നെ ഒരുപാട് കേസ്, കക്ക കേസ് ഇങ്ങോട്ട് തുടങ്ങി, അമലിൻ കേസ്, ആചാര്യതയുടെ കേസ്, ആ കേസ്, ഈ കേസ്, എനിക്കറിയാം എന്തോ ഒരു കേസാണ് ഉണ്ടായിരുന്നു. അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഭാര്യ നില എൻ്റെ പ്രശ്നവും കൂടുകയാണ്. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, അത് ഇത്രയായി. 1000 ദിവസം കൊണ്ട് കൗണ്ട് ഡൗൺ വെച്ച പരിപാടിയാണ് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞപ്പോൾ. അതിനകത്ത് സ്പീഡിപ്പം മനസ്സിലായല്ലോ. പിന്നെ എല്ലാം പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരുപാട് ആ പ്രദേശവാസികളുടെയൊക്കെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന ഇങ്ങനെ ആയിരുന്നില്ല. ആ ആൾക്കാരെയൊക്കെ ഡീൽ ചെയ്ത് അവർ ഒത്തിരി സന്തോഷവാന്മാരാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കും. എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആൾക്കാരുടെ നന്മയാണ്. ഒരു പ്രോജക്ട്സൊക്കെ ഉണ്ട്, അത് വരും. അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ദത്ത് ഇപ്പോൾ എല്ലാവരും ഉമ്മൻചാണ്ടി എല്ലാം ദത്തെടുത്തിരിക്കുകയാണ്. ഒരുപാട് പ്രോജക്ട്സ്. ലൈറ്റ് മെട്രോ ട്രിവാൻഡ്രം കോഴിക്കോടും അന്ന് ഉമ്മൻചാണ്ടി പ്ലാൻ ചെയ്ത് ലൈറ്റ് മെട്രോ ട്രിവാൻഡ്രത്ത് ഓഫീസ് വരെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. എവിടെ പോയത്? ലേറ്റായിപ്പോയോ? കണ്ണൂർ വിമാനത്താവളം അല്ല, കണ്ണൂർ അതിനകത്ത് കണ്ണൂർ വിമാനത്താവളം, അതൊക്കെ സ്മാർട്ട് സിറ്റി, സ്റ്റാർട്ടപ്പ്, ഇത് പ്രോഗ്രാംസ്, പിന്നെ സ്റ്റാർട്ടപ്പ്, പിന്നെ മെട്രോയെ, പിന്നെ കളിക്കുള്ള റോഡ്, ഈ ബൈപ്പാസിനൊക്കെ ഒരുപാട് പ്രസിദ്ധമുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തതിൻ്റെ പേരിൽ ആണ് ഇതൊക്കെ അനക്കം വെച്ചതും തുടങ്ങിയതൊക്കെ. ഉമ്മൻചാണ്ടി 2016 ഇറങ്ങിപ്പോന്നില്ലേ. അപ്പം ഉമ്മൻചാണ്ടി എന്ന് വിഴിഞ്ഞം എൻ്റെ ഒരു ദുഃഖപത്രിക. മറ്റേ ദത്തെടുക്കാൻ അതെല്ലാം ദത്താ, ഒരുപാട് ദത്ത് എടുത്തിട്ടുണ്ട്. കപ്പലെടുക്കുമ്പോൾ മനസ്സിനകത്ത് ഒരു ചെറിയൊരു സന്തോഷം ഉണ്ടാകും. സന്തോഷമുണ്ട്. അതിന് ഉമ്മൻചാണ്ടി അത് കാണാനില്ലല്ലോ, ഒരു ദുഃഖം നന്നായിട്ടുണ്ട്. വിളിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാഴ്ചപ്പാടിന് വ്യത്യാസം. അവരങ്ങനെ പറ്റത്തുള്ളൂ, അവർക്ക് അത് നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ അവർക്ക് പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് നമുക്ക്. ഇന്റർനാഷണൽ സ്റ്റേഡിയം ഈ കഴക്കൂട്ടത്തെ, അവിടെ ഇൻ്റർനാഷണൽ ലെവലിൽ കളി നടക്കത്തുള്ള ഒന്നാന്തര സ്റ്റേഡിയം. പിന്നെ ഈ കളിക്കുള്ള റോഡ് എത്ര വർഷങ്ങൾ കിടന്നതാണ്. അതുപോലെ 444 ഞാനെല്ലാം ഒന്ന് ലിസ്റ്റ് എടുക്കുക. 444 പാലങ്ങളോ നല്ല 444 എന്നാൽ ശ്രീകുമാറിനോട്ട് പറഞ്ഞാൽ അറിയാം. ഓഫ് കോഴ്സ് ഇത്ര. പിന്നെ 4,44,000 വീടെന്ന് എന്നോട് പറഞ്ഞു. അതൊന്നും വലിയ PR വർക്കൊന്നും അതിൻ്റെ പറയാൻ നടന്നിട്ടില്ല. പിന്നെ ഞാനാ നാളുകളിൽ കണ്ടത് ഒപ്പോസിഷൻ്റെ BSH അതിൻ്റെ കമൻസ് മുഴുവൻ ഫ്രണ്ട് പേജിൽ വരുന്നത്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ജനസമ്പർക്കം പോലും ഞാൻ നോക്കിയപ്പോൾ അതാത് ജില്ലകളിലെ മീഡിയകൾ നല്ല കവറേജ്, പക്ഷേ അതാത് ജില്ലകളിലേ ഉള്ളൂ.
ഓൾ കേരള ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഓർമ്മയാണ് ഞാൻ പറയുന്നത്.